വിഭക്തി പ്രത്യയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിപ്രസ ഉപ്രസ ആ എന്നാണ് പറയാറുള്ളത് അല്ലേ. നിപ്രസ ഉപ്രസ ആ. അപ്പോൾ അതിൽ നിർദ്ദേശിക വിഭക്തി, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക, ഇങ്ങനെ 7 വിഭക്തി പ്രത്യയങ്ങളാണ് ഉള്ളത്. അതിൽ നിർദ്ദേശീയ വിഭക്തി പ്രത്യയത്തിന് എന്തില്ല, പ്രത്യയമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യയം പറയുന്നുണ്ട്, എന്നാന്ന് പറയുന്നത്. സമാസത്തിലാണ് എന്നാന്ന് പറയുന്ന പ്രത്യയം പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് പ്രതിഗ്രാഹിക വിഭക്തി. അതിലെ പ്രത്യയം എന്താണ്, എന്നായിലെ എ മാത്രം വരുന്നതാണ് പ്രതിഗ്രാഹിക വിഭക്തി എന്ന് പറയുന്നത്. സംയോജിക വിഭക്തി എന്ന് പറയുമ്പോൾ ഓട്. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഓട് എന്ന് പറയുമ്പോൾ എന്താണ്, ഓടുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് അല്ലേ വീടിൻ്റെ മേൽക്കൂര ഉണ്ടാക്കുന്നത്. ചേർത്ത് വയ്ക്കുക, അതിനെന്താണ് സംയോജിപ്പിക്കുകയാണ്. അപ്പോൾ സംയോജിക ഓട്. ഉദ്ദേശിക വിഭക്തി കീന്ന്, പ്രയോജിക വിഭക്തി ആലുകൊണ്ട് എനിക്ക് എന്തുണ്ട്, പ്രയോജനമുണ്ട്. അങ്ങനെ പഠിക്കുക. സംബന്ധിക ഉടേ എൻ്റെ ഉടേ എന്നൊക്കെ നമ്മുടെ അല്ലെ നമ്മളേതെന്ന് പറയാം, നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഫീൽ ചെയ്യും. അപ്പോൾ സംബന്ധിക ഉടേ എൻ്റെ. കല്ലിൽ ആരാധിക്കുകയാണ്. എവിടെയാണ് ആരാധിക്കുന്നത്, കല്ലിലാണ് ആരാധിക്കുന്നത്. അതിൽ നിന്ന് ആധാരിക വിഭക്തി പ്രത്യയം എന്ന് നമുക്ക് കിട്ടും.